ആർക്കൊക്കെ പി ആർ ഉണ്ട്, പി ആർ ഇല്ലാത്തവരാരെ എന്നാണ് മോർണിംഗ് ടാസ്കിൽ ബിഗ് ബോസ് ചോദിച്ചത്. അതിന് ഓരോ മത്സരാർത്ഥികളും ചില ആൾക്കാർ അനീഷിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, അനീഷ് അനിമോളുടെ കാര്യമാണ് പറഞ്ഞത്, ഷാനവാഫ് അനിമോളുടെ കാര്യമാണ് പറഞ്ഞത്. പക്ഷേ അല്പം കൂടെ കടന്ന് ബെന്നി 16 ലക്ഷത്തിൻ്റെ പി ആർ എടുത്തിട്ടാണ് അനിമോൾ വന്ന് നിൽക്കുന്നത്. അഡ്വാൻസായി 50,000 രൂപ കൊടുത്തു, ഇനി ബാക്കിയുള്ളത് കൊടുക്കണം എന്നൊക്കെയാണ് ഈ ബെന്നിയുടെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ. അപ്പം ആ പി ആറുമായിട്ട് ബന്ധപ്പെട്ട് ഇത് അനിമോൾ തന്നെയാണ് പറഞ്ഞത് എന്നാണ് ഈ ബെന്നി പറയുന്നത്. അതുപോലെ തന്നെ പി ആർ 16 ലക്ഷത്തിന് കൊടുത്തു എന്നൊക്കെ പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇത് കേട്ടപ്പോൾ നമ്മൾ തന്നെ ഞെട്ടിപ്പോയി. ഈ പി ആർ എടുക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളുടെ വീഡിയോയുടെ താഴെയും നമ്മളിപ്പോൾ അനിമോളായാലും അനീഷിനെ ആയാലും ഷാനവാഫിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുമ്പം അതിൻ്റെ താഴെ വന്ന് പറയും നമ്മൾ അവരുടെ പി ആർ ആണെന്ന് പറയും. അപ്പം ഇതൊക്കെ നമ്മൾ കേട്ട് വർഷങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്ന പി ആർ. പക്ഷേ ഈ 16 ലക്ഷത്തിനൊക്കെ പി ആർ കൊടുത്തിട്ട് ബിഗ് ബോസിലെ പോലുള്ള ഒരു സീസണിൽ പോയി ഇങ്ങനെ കളിക്കേണ്ട കാര്യമൊന്നുമില്ല. 16 ലക്ഷത്തിനൊക്കെ കൊടുത്തിട്ട് എന്താണ് അവർ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നേ ഇല്ല. ഏതായാലും അനിമോൾ തന്നെ വെളിപ്പെടുത്തി എന്നും പറയുന്നതും അതും വിശ്വസിക്കാൻ വയ്യ. അങ്ങനെ ബെന്നി കുറച്ച് വെളിപ്പെടുത്തൽ അങ്ങ് നടത്തി പി ആറുമായിട്ട് ബന്ധപ്പെട്ട്. അതുപോലെ തന്നെ പി ആർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പി ആർ കൊടുത്തിട്ടൊന്നും കാര്യമില്ല, കുറച്ച് ബൂസ്റ്റ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. കുറച്ച് ഷോർട്ട് വീഡിയോ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ, അത് ഒന്നും ചെയ്യാതിരിക്കുന്നവരുടെ വീഡിയോ എങ്ങനെ ഇടാൻ പറ്റും? അവരെ എങ്ങനെ ബൂസ്റ്റപ്പ് ചെയ്യാൻ പറ്റും? ഇപ്പോൾ അനിമോളെ സംബന്ധിച്ച് അനിമോൾക്ക് കുടുംബ പ്രേക്ഷകരുടെയും നല്ല പിന്തുണകളൊരു മത്സരാർത്ഥിയാണ്. അങ്ങനെ അനിമോൾ ഗെയിം കളിച്ച് തന്നെയാണ് അവിടെ പിന്തുണ നേടിയിട്ടുണ്ടെങ്കിൽ തന്നെ നേടുന്നത്. അല്ലാതെ പി ആർ ഉള്ളത് കൊണ്ട് മാത്രം അനിമോൾക്ക് സപ്പോർട്ട് കൂടിയെന്ന് ഒരിക്കലും നമുക്ക് പറയാനും പറ്റില്ല. കാത്തിരുന്ന് കാണാം ബാക്കി.